എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെലഗ്രാമിനെ പറ്റിയൊരു ഹ്യൂജ് ബാഡ് ന്യൂസ് ഇപ്പം നിലവിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാഡ് ന്യൂസ് എന്താണ്, അതുപോലെ തന്നെ നാളെ നമ്മൾ ടെലഗ്രാമിൻ്റെ ഓൺ കോയിനായിട്ടുള്ള ഡോക്സ്കോയിൻ്റെ ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ബാഡ് ന്യൂസ് നമ്മുടെ ഡോക്സ്കോയിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസിനെയും ഏത് രീതിയിൽ ബാധിക്കും, ഈ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ നോക്കിയാൽ അറിയാം, നമ്മുടെ ടെലഗ്രാമിൻ്റെ ഓണറായിട്ടുള്ള പാവേൽ ദുറോവ് അദ്ദേഹത്തിനെ ഫ്രാൻസിൽ വെച്ച് ഡ്രഗ് ട്രാഫിക്കിംഗ് അടക്കം വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈംസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നതാണ് ഈ ഒരു ബാഡ് ന്യൂസ്. അപ്പോൾ ഈ ഒരു ന്യൂസ് മാർക്കറ്റിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാം, നമ്മുടെ ടോൺ കോയിൻ്റെ പ്രൈസിൽ, അതായത് ടെലഗ്രാമിൻ്റെ ഓൺ കോയിനായിട്ടുള്ള ടോൺ കോയിൻ്റെ പ്രൈസിലൊക്കെ വളരെ വലിയ ഡംപ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15% ഡംപ് ടോൺ കോയിൻ്റെ പ്രൈസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ടെലഗ്രാമിൻ്റെ ഓൺ മീം കോയിനാണ് ഡോക്സ് കോയിൻ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് നാളെ ഡോക്സ് കോയിൻ്റെ ലിസ്റ്റിംഗ് ടൈമിൽ ആ ഒരു ഹൈപ്പിനെയും ആ ഒരു പ്രൈസിനെയും ഉറപ്പായിട്ടും ബാധിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട, അതെന്തായാലും ബാധിക്കും. അപ്പോൾ എല്ലാവരും ഒരു ഹ്യൂജ് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്സിൽ. പക്ഷേ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അത്രയും വലിയൊരു ഹൈപ്പ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കുവാണ് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലൊരു പമ്പ് വരാനും ചാൻസ് ഉണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഡോക്സ് കോയിൻ്റെ ലിസ്റ്റിംഗ് ടൈമിൽ ആ ഒരു ഹൈപ്പ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈപ്പ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം വരുന്നത്, നമ്മൾ നാളെ ഡോക്സ് കോയിൻ ലിസ്റ്റായതിന് ശേഷം അത് സെൽ ഓഫ് ചെയ്യണോ, അതോ ഹോൾഡ് ചെയ്യണോ, അതോ ബൈ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ നാളെ ഡോക്സ് ലിസ്റ്റായതിന് ശേഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കാരണം ഇദ്ദേഹത്തിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കെട്ടടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടോൺ കോയിൻ്റെ പ്രൈസിലും നോട്ട് കോയിൻ്റെ പ്രൈസിലും നാളെ ലിസ്റ്റാവാൻ പോകുന്ന ഡോക്സിൻ്റെ പ്രൈസിലും ഒരു ഹ്യൂജ് ഹൈപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് നാളെ സെൽ ഓഫ് ചെയ്തിട്ട്, സെൽ ഓഫ് ചെയ്യുന്ന ടൈമിൽ ഉറപ്പായിട്ടും നമുക്ക് വലിയൊരു ഡംപ് കിട്ടും. ആ ടൈമിൽ നിങ്ങൾ റീബൈ ചെയ്യുക. ആദ്യം നിങ്ങൾ സെൽ ഓഫ് ചെയ്യുക, വീണ്ടും ഒരു ഡംപ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ റീബൈ ചെയ്യുക. അങ്ങനെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ആ രീതിയിലും എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കണക്ക് ആലോചിച്ചിട്ട് കറക്റ്റായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യാനാണ് പോകുന്നത്. കാരണം ഈ പറയുന്ന കണക്ക് ഡോക്സ് കോയിൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ മീം കോയിനാണ് ടെലഗ്രാമിൻ്റെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിൽ വളരെ വലിയൊരു ഹൈപ്പ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. പക്ഷേ ഉറപ്പായിട്ടും വളരെ വലിയൊരു ഹൈപ്പ് ഇനി വരുന്ന ടൈമിൽ നമുക്ക് ഡോക്സിൻ്റെ പ്രൈസിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് നോട്ടിഫൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ വീഡിയോ റിലീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ന്യൂസും കാര്യങ്ങളൊക്കെ, ക്രിപ്റ്റോ ന്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അറിയാമല്ലോ, ക്രിപ്റ്റോ എന്ന് പറയുന്നത് എപ്പോഴും ടൈം സെൻസിറ്റീവാണ്. നമുക്ക് ടൈമിനനുസരിച്ച് ആ ഒരു നിലവിലെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ കറക്റ്റ് ഡിസിഷൻ എടുക്കുക എന്നതാണ് ക്രിപ്റ്റോയിലെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കറക്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ പറയുന്ന കണക്ക് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന കണക്ക് നമുക്കൊരു അടുത്ത വീഡിയോ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കണക്ക് ഡോക്സ് കോയിൻ നാളെ സെൽ ഓഫ് ചെയ്യണോ അതോ ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ
കമൻറ്റ് ചെയ്തറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തറിയിക്കുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ തൊട്ട് താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് കിട്ടുന്ന ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂസും നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.